നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും യാത്രയിലാണ്. എങ്ങോട്ട് പോകാൻ ചാർട്ട് ചെയ്തതാ ഈ കപ്പല്? ഈ കപ്പൽ എങ്ങോട്ട് പോകാൻ ചാർട്ട് ചെയ്തതാ? ആണോ? നിത്യതയിലേക്ക് പോകാൻ ചാർട്ട് ചെയ്തതല്ലേ? ലക്ഷ്യത്തിലേക്ക് പോകാൻ ചാർട്ട് ചെയ്തതല്ലേ? അത് അവിശ്വസിച്ച് ഈ നമ്മുടെ മനസാക്ഷി, ഈ മനസാക്ഷി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരിക്കലും പൊല്യൂട്ടഡ് ആക്കരുത്, അഴുക്കാക്കല്ല്. ഈ യെശയ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നെന്ന്. വായിച്ചിട്ടുണ്ടോ? എന്തോ വായിച്ചേ? യെശയ്യാ പ്രവചനം 6-ാം അധ്യായം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു മുങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ളൊരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നു. എന്താ എന്റെ അതരത്തിന് ശുദ്ധിയില്ലാതായി പോയെ? അങ്ങനെയുള്ള കൂട്ടുകെട്ടായിരുന്നു എനിക്ക്. ആരും മിണ്ടുന്നില്ലല്ലോ. സ്റ്റേജായി കിടന്ന് എന്നാ തകർപ്പ, ആരും മിണ്ടുന്നില്ലല്ലോ. ഒരു സ്വത്രം പറ. നെവർ എൻകറേജ്. രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. MDMA അടിക്കുന്ന, കഞ്ചാവ് അടിക്കുന്ന നിന്റെ കൂട്ടുകാരനെ നീ പ്രോത്സാഹിപ്പിക്കരുത്. അവന്റെ കൂടെ നീ കമ്പനി അടിച്ച് നടക്കരുത്. നിന്നെ പാപം ചെയ്യാൻ, തിന്മയിലേക്ക് നയിക്കാൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നെ നയിക്കുന്നവന്റെ കൂടെ നീ കൂട്ടുകൂടരുത്. ജ്ഞാനിയോട് കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. നീ ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു, നീ അതാകും. യെശയ്യാവ് പറയുന്നു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ ഇടയിൽ വസിച്ച് ഞാനും അവന്മാരെ പോലെ ആയിപ്പോയത്. അങ്ങനെ ആകരുത്. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാത്ത, ദൈവബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന യാതൊരു കാര്യങ്ങൾക്കകത്തും ഞാൻ ഉണ്ടാകരുത്. എനിക്കിത് കേൾക്കാം. ഒരു പാസ്റ്ററെ കുറിച്ചോ ഒരു ദൈവദാസനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ഒരാൾ വാചാലനാകുമ്പോൾ, ബ്രദറെ എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയണം. കാരണം നീ അത് കേട്ട് കഴിയുമ്പോൾ നിനക്ക് വിശ്വാസമാണോ ഉണ്ടാകുന്നത്, അവിശ്വാസമാണോ ഉണ്ടാകുന്നത് എന്ന് നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം. നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാത്ത, നിന്നെ ദൈവത്തോട് അടുപ്പിക്കാത്ത, ദൈവിക ബന്ധത്തിൽ കണക്ട് ചെയ്യാത്തതൊന്നും നിനക്കുള്ളതല്ല. 100% അല്ല. പിന്നെ കിടന്ന് മോങ്ങരുത്, അല്ലെ കരയരുത്. അത് പോയി ഇത് പോയി, ഇപ്പം പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഴയ പോലെ ആരാധിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിലും തിരിച്ചു വന്നോണം, പ്രാർത്ഥനയിലേക്ക് വന്നോണം. ഇനി വെറുതെ പറയല്ല ഇത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കറിയാവോ, നമ്മൾ പുക വലിക്കത്തില്ല, പുക വലിക്കരുതെന്ന് പഠിപ്പിക്കുന്നവരാണ്. പുക വലിക്കുന്ന ഒരുത്തൻ്റെ കാറിനകത്ത് കയറിയാൽ നിങ്ങൾ പുക വലിക്കുന്ന ആളല്ലെങ്കിൽ പോലും, നിങ്ങൾ കട്ടപ്പനയിൽ നിന്ന് എറണാകുളം വരെ യാത്ര ചെയ്തു, വണ്ടി ഓടിച്ച ഡ്രൈവർ സിഗരറ്റ് വലിക്കുന്നവനായിരുന്നു. നിങ്ങൾ പോയി എറണാകുളത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഷർട്ടയിൽ സിഗരറ്റിൻ്റെ മണം കാണും. നിങ്ങൾ പുക വലിക്കുന്ന ആളല്ലേ പോലും. ആവശ്യമില്ലാത്തടത്ത് പോയി ഇരിക്കരുത്. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. എന്നിട്ട് പഴയതുപോലെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കൈയടിക്കാൻ പറ്റുന്നില്ല, ഉപവസിക്കാൻ പറ്റുന്നില്ല. എന്തോ എനിക്കിപ്പം ചർച്ച വരുന്നതിനോടൊരു സന്തോഷമില്ല, ഇങ്ങനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേർന്ന് ആമീൻ പറയാവോ? സ്തോത്രം. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം, അതൊരു ദുഷ്ടഹൃദയമാണ്. നല്ല ഈ ഇംഗ്ലീഷ് വായിക്കണം അവിടെ കേട്ടോ. മലയാളത്തിൽ ദുഷ്ടഹൃദയം ഇരിക്കുമ്പോൾ ഈവിൾ ഹാർട്ട് എന്ന, ഈവിൾ ഹാർട്ട്, പിശാച് കൈക്കലാക്കിയ ഹൃദയം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. അത് നിങ്ങൾ സൂക്ഷിക്കാൻ എഴുതിയിരിക്കുന്നത്, ദൈവം സൂക്ഷിക്കുമെന്നല്ല. ചേർന്ന് ആമേൻ പറഞ്ഞേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. 1 യോഹന്നാന്റെ ലേഖനം എന്ന് പറഞ്ഞേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, പറഞ്ഞേ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. ചേർന്ന് ആമേൻ പറയോ? പൗലോസ് പറഞ്ഞു, ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊളരുതാത്തവനായി പോകാതിരിപ്പാൻ ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോ ഇതൊരു യാത്രയാണ്. അതുകൊണ്ടാണ് 1 തീമോത്തിയോസിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട്
അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. കപ്പലിന്റെ പേരെന്നാ? വിശ്വാസ കപ്പൽ. ഉറക്കെ പറ. വിശ്വാസ കപ്പൽ. വിശ്വാസ കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. ഈ വിശ്വാസം പോയി കഴിഞ്ഞാൽ വിശ്വാസ കപ്പല് തകരും. കപ്പല് തകർന്ന എത്തേണ്ടടുത്ത് എത്തുകയില്ല. ആമേൻ. യെസ്. ഹല്ലേലൂയ. അപ്പൊ ഈ കപ്പല് തകരാതെ, ഈ വിശ്വാസ കപ്പൽ തകരാതെ വളരെ കെയർഫുള്ളായി മുന്നോട്ട് പോകണം. നിങ്ങളുടെ എല്ലാ ഡീലുകളും ചേർന്ന് രാമീൻ പറഞ്ഞേ. ഓൾ ദ ഡീൽ, ഓൾ ദ ഡീൽ. താങ്ക് യു ജീസസ്. ഐ ക്യാൻ ഹിയർ സംതിങ്. എന്നാൽ ഒരു കാര്യം ഞാൻ സഭയോട് പറയട്ടെ, നമുക്കൊരു ദൗത്യമുണ്ട്. നമ്മുടെ ദൈവദാസന്മാർക്കൊരു ദൗത്യമുണ്ട്. കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച്. നമുക്കൊരു ദൗത്യമുണ്ട്. എന്നാ ദൗത്യം എന്നറിയാമോ? റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആദ്യം വായിക്കണം. നേരെയില്ല, ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവാം. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് പിടിക്കണം. ചിലപ്പോൾ ചിലരങ്ങ് വിശ്വാസത്തിൽ അങ്ങ് ചില സമയങ്ങളിൽ അങ്ങ് താഴെ പോകും. ആ സമയത്ത് ദൈവദാസന്മാർ, ശുശ്രൂഷകർ, അവൻ്റെ വിശ്വാസമൊക്കെ ഒന്നും പഴയതുപോലില്ല, അവൻ പൊക്കോട്ട, അങ്ങനല്ല. വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് പിടിക്കണം. അതിൻ്റെ 23-ാമത്തെ വാക്യം നോക്കി. നേരെ ഇല്ലാത്തതുകൊണ്ടാണ് 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായക കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. എന്തൊക്കെയാണ് പാപം? വ്യഭിചാരം, മോഷണം, കുലപാതകം, ഇതൊക്കെയല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷെ വേദപുസ്തകം പറയുന്നു വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. നമ്മൾ വിശ്വാസ നാടിനെ നോക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ ആരാധിക്കുന്നവരാണ്. ഈ പ്രത്യാശാ സ്നേഹം ഇത് നെക്സ്റ്റ് ടൈം പഠിപ്പിക്കാം. ഇന്ന് ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു വാക്യം കൂടെ വായിക്കാൻ പോവുകയാണ്. വിശ്വാസത്തെക്കുറിച്ച് ഒരൊറ്റ വാക്യം കൂടെ വായിക്കാൻ പോവുകയാണ്. എബ്രായർ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുത്ത് വരുന്നവൻ ദൈവം ഉണ്ടെന്നും കൺഫേം ചെയ്യണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ചേർന്നൊരു ആമീൻ പറയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് മണി, ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോങ്കയുടെ ഒരു ടെസ്റ്റ് മണി യൂട്യൂബിനകത്ത് വാച്ച് ചെയ്തു. നല്ല നല്ല വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഹീലിങ്ങുകൾ, ഡെലിവറൻസുകൾ കാണാം. ഞാൻ എപ്പോഴും നമ്മുടെ ചർച്ചിൽ പറയാറുണ്ട്, ഈ നമ്മൾ മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്യും ആളുകൾക്ക്. പക്ഷെ നമ്മൾ ഈ ഹീലിങ്ങിൻ്റെ, ഡെലിവറൻസിൻ്റെ ഒന്നും വീഡിയോകളൊന്നും പലപ്പോഴും ഷെയർ ചെയ്യത്തില്ല. പക്ഷെ അതാ ശരിക്കും ഷെയർ ചെയ്യേണ്ടത്. കാരണം ഇന്നും കർത്താവ് ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാത്. അവൻ പ്രസംഗിച്ച വചനങ്ങളെ അവൻ അടയാളങ്ങളാൽ ഉറപ്പിച്ചു. കാരണം ആ വചനത്തിന് ശക്തി ഉണ്ടെന്നും ആ വചനം ഇന്നും പ്രവർത്തിക്കുന്നതാണെന്നും കൺഫേം ചെയ്യുന്നതാണ് ആ നടന്ന സൗഖ്യം, ആ നടന്ന ഹീലിംഗ്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ചേർന്ന് ആമീൻ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യൂട്യൂബിൽ ഞാൻ കണ്ട ടെസ്റ്റ് മണിയിൽ നമുക്കറിയാം, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒത്തിരി ഉണർവുകൾ നടക്കുന്നുണ്ടെങ്കിലും ഒത്തിരി ഫേക്ക് പരിപാടികൾ ഒത്തിരി ഉണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട്, ആഫ്രിക്കയിൽ മാത്രമല്ല പലയിടത്തും ഉണ്ട്. ഈ നല്ല സാധനത്തിൻ്റെ കൂടെ കളകളും ഒത്തിരി വളരുന്നുണ്ട്. ഇതിനെ ഒന്നിച്ച് പിഴുതുന്ന ഒരു സമയം വരുന്നുണ്ട്. ഇപ്പൊ തൊടുകയിലെന്നാ കർത്താവ് പറഞ്ഞേക്കുന്നു. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. ചേർന്നൊരു സ്തോത്രം ചെയ്യാം. പക്ഷെ റെയ്നാർഡ് ബോങ്കെ എന്ന ദൈവ മനുഷ്യൻ ഒരിക്കലും ഒരു ഫേക്ക് മിനിസ്റ്റർ അല്ലായിരുന്നു. നമ്മൾ വിക്കിപീഡിയക്കകത്തും യൂട്യൂബിനകത്തും അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഈ ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്യുമ്പം ഒഫീഷ്യലി തന്നെ ആളുകൾ പറയുന്നുണ്ട് 70 മില്യണിലധികം ആളുകളെ ദൈവത്തിലേക്ക് നയിച്ച മനുഷ്യനാണ്.
He was a great evangelist. Amen. നമുക്കറിയാം, വിശ്വസിക്കാൻ കൊള്ളുന്ന മരിച്ചവരൊക്കെ ഉയർക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. മരിച്ചവരെ ഉയർപ്പിക്കുവിൻ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ സംഭവിക്കട്ടെ വരുന്ന ദിവസം. പക്ഷേ ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോങ്കയുടെ മീറ്റിംഗിൽ മരിച്ച ഒരാൾ ഉയർത്തിട്ടുണ്ട്. അത് ഫേക്ക് അല്ല, അത് റിയൽ ആണ്. നിങ്ങൾ ആ ടെസ്റ്റ് മണി കഴിയുകയാണെങ്കിൽ കാണണം. റൈസ് ഫ്രം ദ ഡെഡ്, ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോങ്കെ. ഒരു പാസ്റ്ററാണ് മരണപ്പെട്ടത്, ഡേവിഡ് എന്നൊരു ദൈവദാസൻ. ആ ദൈവദാസൻ മരിച്ചിട്ട് ആ ബോഡി എംബാം ചെയ്ത് ആക്സിഡന്റ് ആയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ച ബോഡി. അപ്പം മോർച്ചറിക്കാരൻ്റെ റിപ്പോർട്ട് ആ സാക്ഷ്യത്തിനകത്തുണ്ട്, ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇതിലെല്ലാം ഉപരിയായി പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഇവിടം മുതൽ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ആ വീഡിയോയിൽ കാണാം. ഒത്തിരി പഴയ വീഡിയോ ആണ്. റെയ്നാർഡ് ആ മനുഷ്യനെ തൻ്റെ ശുശ്രൂഷയിൽ ഉയർപ്പിച്ചു. ഒരനക്കമില്ലല്ലോ ആർക്കും. യേശു പറഞ്ഞില്ലേ മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു ഇന്നും അത് നടക്കുന്നുണ്ട്. ദൈവം കർത്താവിന്റെ അഭിഷിക്തന്മാരെ അതിനുവേണ്ടി ഇന്നും ശക്തിയോടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്താ അതിന്റെ കാരണം എന്നറിയാമോ? ഈ മനുഷ്യനെ ഒരു കാരണവശാലും അടക്കാൻ ഈ പാസ്റ്ററിന്റെ ഭാര്യ അനുവദിച്ചില്ല. അതെ, ആ സഹോദരിക്കൊരു വാക്യം ലഭിച്ചിരുന്നു. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, വിശ്വാസത്താൽ സ്ത്രീകൾക്ക് മരിച്ച അവരുടെ ഭർത്താക്കന്മാരെ തിരികെ കൊടുത്തെന്നു. ആ വാക്യത്തെ മുറുകെ പിടിച്ച് ഈ സഹോദരി നിന്നു. എന്നിട്ട് ഈ ബോഡി റെയ്നാർഡിന്റെ മീറ്റിങ്ങിന് കൊണ്ടുവന്നു. എവിടുന്ന് എടുത്തോണ്ട് വരുന്നത്? മോർച്ചറിയിൽ നിന്ന്. ആ മോർച്ചറിക്കാരനും ആ ഡോക്ടറും അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് അതിൽ കാണിക്കുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം കള്ളത്തരം എന്നാ സത്യം എന്നാന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ആ ടെസ്റ്റ് മണിയിൽ റെയ്നാർഡ് പറയുന്നുണ്ട്, അതൊരു ലോങ് വീഡിയോ ആണ്, തീർച്ചയായിട്ടും അദ്ദേഹം ഉയർത്തതിൻ്റെ കാരണക്കാരൻ ദൈവമാണ് ഉയർപ്പിച്ചത്. പക്ഷെ അതിന്റെ റീസൺ ആ ഭാര്യയുടെ വിശ്വാസമാണ്. ആ സഹോദരിയുടെ ഫെയ്ത്ത് ആണ്, ആ സഹോദരിയുടെ വിശ്വാസം. 4 ആളൊരു പക്ഷപാതക്കാരനെ കർത്താവിൻ്റെ അടുക്കൽ ചുമന്നുകൊണ്ട് വന്നില്ലേ? കിടക്കയോടെ മേൽക്കൂര പൊളിച്ച് താഴോട്ട് ഇറക്കിയില്ലേ? എന്ത് കാരണം കൊണ്ടാണ് യേശുവിനെ സൗഖ്യമാക്കി? അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്. അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്. ഈ വിശ്വാസം കാണാൻ പറ്റും. ലുസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, പൗലോസ് അവന്റെ വിശ്വാസം കണ്ടാറേ അവനോട് എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കാൻ പറഞ്ഞു. ഇപ്പം ഉറങ്ങുന്നവനെയും കണ്ടാൽ അറിയാം, ഇതെപ്പോഴാ ഒന്ന് തീരുന്നതെന്ന് ചിന്തിച്ചിരിക്കുന്നവനെയും കണ്ടാൽ അറിയാം, വിശ്വാസമുള്ളവനെയും കണ്ടാൽ അറിയാം. പൗലോസ് അപ്പോസ്തലൻ അവന്റെ വിശ്വാസം കണ്ടാറേ. കാണാൻ പറ്റും, അത് എൻ്റെ കണ്ണുകളിൽ കാണാൻ പറ്റും. ചില മീറ്റിങ്ങുകളിലൊക്കെ ചിലർ ആത്മശക്തി സ്വീകരിക്കുന്നതും വിടുതൽ നമുക്കറിയാം. അവര് വിശ്വാസത്തോടെ ദാഹത്തോടെ വന്ന് നിൽക്കുന്നവരാണ്. അവൻ്റെ കണ്ണിനകത്ത് ആ തിളക്കമുണ്ട്, അവൻ്റെ ആ ആറ്റിറ്റ്യൂഡിൽ ആ സാധനമുണ്ട്. അവൻ വെറുതെ വന്നവനല്ല, അവൻ പിടിക്കാൻ അത് കൊണ്ടുപോകാൻ വന്നവനാണ്.